ഐസൺ, നമുക്കറിയാം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി വമ്പൻ നേട്ടം. 10 വർഷം കൊണ്ട് അതിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഭാരതം നേടിയ നേട്ടം പറഞ്ഞാൽ തീരുന്നതല്ല. അങ്ങനെ തന്നെയല്ലേ ഐസൺ ജോസ്? വിനോദ്, അങ്ങനെ വലിയൊരു നേട്ടം തന്നെയാണ് ഉണ്ടായത്. നമുക്കിപ്പോൾ നേരത്തെ വിനോദ് തന്നെ സൂചിപ്പിച്ച കണക്കുകളിൽ തന്നെ വ്യക്തമാണ്. 7500% വളർച്ചയാണ് മൊബൈൽ ഫോൺ ഉൽപ്പാദനത്തിൽ ഈ ഭാരതത്തിൽ ഉണ്ടായതെന്നതാണ് ഏറെ മനോഹരമായ അല്ലെങ്കിൽ ഏറെ ആകർഷകമായ ഒരു കാര്യം ഈ ചർച്ചയെ സംബന്ധിച്ചിടത്തോളം. കാരണം മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാനാവാത്ത ഒരു സംഭവമാണ്. നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ എന്നല്ല, മറിച്ച് ലോകം മുഴുവൻ ഏറെ പ്രയോജനപ്പെടുന്ന ഒരു സംവിധാനമാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. അത് ലോകത്ത് ഇനിയും മാറ്റങ്ങളുടെ കാഹളമായി നിൽക്കുന്ന മൊബൈൽ ഫോൺ ഇനിയും പ്രയോജനപ്പെടുന്നത് അല്ലെങ്കിൽ ഉപകാരപ്രദമാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. ആ രംഗത്താണ് വലിയൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. അതായത് ആധുനിക ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളുടെ കാര്യത്തിലാണ് വലിയൊരു മുന്നേറ്റം നമുക്ക് നടത്താൻ സാധിച്ചത് മേക്ക് ഇൻ ഇന്ത്യ വഴി എന്നതാണ് ഈ പരിപാടിയുടെ അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ പ്രത്യേകതയായി തന്നെ ചൂണ്ടിക്കാണിക്കാനാവുന്നത്. സ്വാഭാവികമായും അനുബന്ധമായ വികസനങ്ങളിൽ വൻ നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. അടിസ്ഥാന വികസന സംവിധാനമായ സ്റ്റീൽ വ്യവസായത്തിലായാലും അതുപോലെ തന്നെ മറ്റ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലായാലും പ്രത്യേകിച്ച് ഇലക്ട്രിക് മൊബിലിറ്റിയുടെ കാര്യത്തിൽ മുന്നേറ്റം ഉണ്ടായത്, അടിസ്ഥാനപരമായ മുന്നേറ്റം അല്ലെങ്കിൽ മുന്നേറ്റം എന്ന് പറയുന്നത് ഉണ്ടായത് തന്നെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ മാത്രമാണ്. അതിനു മുമ്പ് അത്തരത്തിൽ ഇലക്ട്രിക്കൽ വാഹനങ്ങളുടെ ഒരു വിപണി തന്നെ കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ കാര്യമായി ഉണ്ടായിരുന്നില്ല. ആ നിക്ഷേപം കൃത്യമായി വന്നത് ഈ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി വഴിയാണ്. ഈ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ നിരവധിയായ നേട്ടങ്ങൾ നമുക്ക് നേടാൻ സാധിച്ചിരുന്നു എങ്കിൽ കൂടി അതിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഏത് സൗകര്യമാണ് ലഭ്യമായതെന്ന് പരിശോധിക്കുമ്പോഴാണ് അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കാലങ്ങളായുള്ള ലൈസൻസിങ് രാജ് സംവിധാനം ഇല്ലാതാക്കുക, അതുപോലെ തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, വളരെ പെട്ടെന്നൊരു വ്യവസായം ആരംഭിക്കുന്നതിനും അത് പ്രവർത്തനക്ഷമമാക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കുക, നിക്ഷേപ രംഗത്ത് സാങ്കേതികവിദ്യയുടെ തികവുള്ള സാങ്കേതികവിദ്യ ലഭ്യമാക്കുകയും ആ നിക്ഷേപ രംഗത്തെ സാങ്കേതികവിദ്യ ലഭ്യമാക്കുന്നതോടെ സ്വാഭാവികമായും ഉത്പാദനം വർദ്ധിക്കുകയും ചെയ്യുക. ഉത്പാദനം വർദ്ധിപ്പിക്കാനുള്ളൊരു പശ്ചാത്തലം ഒരുങ്ങുന്ന ആ ഒരു സാഹചര്യം തുറന്നു വരുമ്പോൾ സ്വാഭാവികമായും തൊഴിലവസരങ്ങൾ വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യും. തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ സാമ്പത്തിക പർച്ചേസിംഗ് പാരിറ്റി, തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു വ്യക്തിയുടെ പർച്ചേസിംഗ് പാരിറ്റി വർദ്ധിക്കുന്നു. ആ വിപണിയിൽ അത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നു. സാമ്പത്തിക രംഗത്ത് വൻ ചലനങ്ങൾ ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന കാര്യത്തിലും തർക്കമില്ല. മറ്റൊരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത്, എടുത്തു പറയേണ്ട സവിശേഷത, നേരിട്ടുള്ള വിദേശ നിക്ഷേപം 2014-2015 $45.14 ആയിരുന്നുവെങ്കിൽ ഇന്നത് $70.95 അത്തരത്തിലുള്ള ഇരട്ടിയോളമുള്ളൊരു വർധനവാണ് നേരിട്ടുള്ള വിദേശ നിക്ഷേപ രംഗത്തുണ്ടായത്. അത്തരത്തിൽ പല രംഗങ്ങളിലും നമുക്ക് അത്തരത്തിലുള്ള വൻ മുന്നേറ്റങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. പാരമ്പര്യേതര ഊർജ്ജ രംഗത്താകട്ടെ, അത്തരത്തിലുള്ള രംഗങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വൻ മുന്നേറ്റം നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതുപോലെ തന്നെ നയപരമായ മാറ്റങ്ങൾ, അത്തരത്തിലുള്ള വിവിധങ്ങളായ ഘടകങ്ങൾ ഇക്കാര്യത്തിൽ പ്രയോജനപ്പെട്ടു. സങ്കീർണമായ അല്ലെങ്കിൽ അത്യാധുനികമായ സാങ്കേതികവിദ്യയെ പ്രയോജനപ്പെടുത്തുന്ന ഒരു വ്യവസായങ്ങൾക്ക് പോലും പിന്തുണ, ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മേക്ക് ഇൻ ഇന്ത്യക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ടായി. നമുക്കറിയാവുന്നതാണ് വന്ദേ ഭാരത് ട്രെയിനുകളുടെ കാര്യത്തിൽ മേക്ക് ഇൻ ഇന്ത്യ എന്ന എംബ്ലം വന്ദേ ഭാരത് ട്രെയിനിലുണ്ട്. അത്തരത്തിൽ നിരവധിയായ ആ വന്ദേ ഭാരത് ഇപ്പോൾ ഏറ്റവും അവസാനം സാധാരണക്കാർക്ക് ഏറ്റവും പ്രയോജനകരമായ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സഞ്ചരിക്കാൻ കഴിയുന്ന വന്ദേ ഭാരത് ട്രെയിനിൽ വരെ അതിൻ്റെ എംബ്ലം, അതിൻ്റെ ചിഹ്നം കാണാൻ കഴിയുന്നു.